ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റോടുകൂടി ഒരു വെർമസലി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കലോടുകൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം നമുക്ക് വെർമസലി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. റോസ്റ്റ് ചെയ്തായാലും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇത്ര മതി കേട്ടോ. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെർമസെല്ലിയെല്ലാം അതേ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി നേരം ഒന്നിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മാത്രം മതി. ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ഇതിന് പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ചെറിയൊരു പശ പോലുള്ളത് നന്നായിട്ട് മാറി നമുക്ക് ഒന്നൊന്നായി തന്നെ കിട്ടും. അപ്പോൾ നമ്മളിത് എല്ലാ വെള്ളവും മാറ്റി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്കുള്ള മുട്ടയും വെജിറ്റബിൾസും എല്ലാം റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓയിൽ ആ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണ്ടി ഒരു 4 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി അങ്ങ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ടായിട്ട് കേട്ടോ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ കട്ടായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം. കണ്ടില്ലേ, ഈ രൂപത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ആ മുട്ടയെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. മുട്ട എല്ലാം കോരി മാറ്റിയ ശേഷം ഇതേ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം. ആദ്യം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വെജിറ്റബിൾസ് ഒന്നും ഒത്തിരി അങ്ങ് വഴന്നു പോകുന്നു വേണ്ട കേട്ടോ. ചെറുതായി ഒന്ന് ആടി വന്നാൽ മാത്രം മതി. നമുക്കിനി ഇതിൻ്റെ കൂടെ ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ക്യാബേജ് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചെറുതായി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സമയം നമ്മൾ ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ക്യാബേജിൻ്റെ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയ സമയം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സോയാ സോസും ടൊമാറ്റോ സോസും ആണ് കേട്ടോ. അതും വെജിറ്റബിൾസിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ഇവിടെ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയ ശേഷം വെജിറ്റബിൾസുമായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നമുക്ക് വെജിറ്റബിൾസുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും പൊള്ളത്തക്ക രീതിയിൽ എല്ലാ വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വെർമസെല്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. വെർമസെല്ലിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ വെർമസെല്ലി ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇത് കണ്ടോ, ഒന്നൊന്നായി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ വെജിറ്റബിൾസും വെർമസെല്ലി എല്ലാം കൂടി നന്നായി നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായി തന്നെ നമുക്ക് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഉണ്ടാക്കാൻ സമയക്കുറവുള്ള ദിവസങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കണേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.